എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് അമിത്ഷാ കഴിഞ്ഞ ജൂൺ മാസം തന്റെ വകുപ്പിൽ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. അതായത് 1973 തൊട്ട് 2024 വരെ ഇന്ത്യയിൽ നടന്ന കലാപങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാപങ്ങൾക്ക് പിന്നിൽ ആരാണ്, എന്താണ് അതിന്റെ റീസൺ, റൂട്ട് കോസ് എന്താണ്, അപ്പോൾ കലാപത്തിനെ ഫ്യൂവൽ ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോൾ എവിടെയാണ്, അപ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, അവർ ഇന്ത്യയിലുണ്ടോ, ഇന്ത്യക്ക് വെളിയിലാണോ, അപ്പോൾ അതിൽ എന്താ പറയേണ്ടത്, അതിൽ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ട ഫാമിലീസിൻ്റെ ബന്ധുക്കൾ, അവരുടെ ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും തൻ്റെ ടേബിളിൽ എത്തണമെന്ന് അമിത്ഷാ തൻ്റെ വകുപ്പിൽ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് അവർ അതിന് പണിപ്പുരയിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ ഓൾറെഡി ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. എല്ലാ സംസ്ഥാനത്തും കളക്ട് ചെയ്ത വിവരങ്ങൾ അനുസരിച്ചും നമ്മുടെ ഡാറ്റാബേസിലുള്ള ഇതൊക്കെ എടുത്തിട്ട് എല്ലാം അമിത്ഷായുടെ ടേബിളിലെത്തി. അമിത്ഷാ പഠിച്ചിട്ട് വ്യക്തമായി മനസ്സിലായി. അതായത് അമിത്ഷാ ഉദ്ദേശിക്കുന്നത് ഇനി ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫയൽസൊക്കെ വെച്ച് പഠിച്ചതിന് ശേഷം ഒരു 13 പോയിന്റ്സ് എല്ലാ സംസ്ഥാനങ്ങൾക്കും പാസ് ചെയ്തിരുന്നു. അതായത് ഇന്ത്യയിൽ എങ്ങനെയാണ് കലാപം ഉണ്ടാകുന്നത്, അപ്പോൾ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നില്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു ലോ വരുന്നുണ്ട്, അത് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിന് വിശദമായ വിവരങ്ങൾ അടുത്ത ദിവസം തന്നെ പുറത്തു വരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഡീറ്റെയിൽസൊക്കെ പഠിച്ചതിന് ശേഷമാണ് അജിത് ഡോവലിൻ്റെ, അതായത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ഡോവലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ നീക്കം നമ്മൾ അറിഞ്ഞിരുന്നു. അതായത് വിരമിച്ച സൈനികരെ, നമ്മുടെ രാജ്യത്ത് ഒരുപാട് സൈനികർ വിരമിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ എവിടെയാണ് എന്താണെന്ന് ആർക്കും ഒന്നും അറിയില്ല. അതായത് അവർ ശിഷ്ടകാലം ഫാമിലിയുടെ കൂടെ ജീവിക്കുമായിരിക്കും. അപ്പോൾ അവരൊക്കെ വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. അതായത് ആഭ്യന്തര സുരക്ഷ ഇപ്പോൾ വലിയൊരു ഭീഷണിയായിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ അനുദിനം മാറി മറിഞ്ഞു വരുന്ന ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതായത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കിയിട്ട് ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതാക്കിയിട്ട് അവരുടെ വരുതി കാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഒരു തരത്തിലും അവർക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല, ഇന്ത്യ അതിന് വേണ്ടിയിട്ടുള്ള ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഇന്ത്യ തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ മേൽ ഒരുപാട് താരിഫൊക്കെ അടിച്ചേൽപ്പിച്ചു. അപ്പോൾ അതിന് ടാക്കിൾ ചെയ്യുന്ന രീതിയിൽ മറ്റു രാജ്യങ്ങളുമായുള്ള ഡിപ്ലോമസിയിലൂടെ ഇന്ത്യ അതിനെ മറികടന്നു. അപ്പോൾ ഇപ്പോൾ താരിഫൊന്നും നമുക്ക് വലിയ വിഷയമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ത്യയുടെ പോക്ക്. അപ്പോൾ ഇന്ത്യയിൽ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാൻ, അതായത് നമുക്കറിയാം, സമീപകാലങ്ങളിൽ ശ്രീലങ്കയിലുണ്ടായി, നേപ്പാളിലുണ്ടായി, ബംഗ്ലാദേശിലുണ്ടായി, ഇത്യാദി രാജ്യങ്ങളിലൊക്കെ കലാപങ്ങളുണ്ടായി. അതായത് ജനാധിപത്യമായ പ്രക്രിയയുടെ അധികാരത്തിൽ വന്ന ഒരു ഭരണകൂടത്തെ ഈ തെരുവ് കലാപത്തിലൂടെ അവർ തൂത്തെറിഞ്ഞ് അമേരിക്കക്ക് താല്പര്യമുള്ള ഒരു സർക്കാരിനാണ് അവിടെ പ്രതീക്ഷിച്ചത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇത്തരത്തിൽ ഇന്ത്യ ഇങ്ങനെ എന്താ പറയുന്നത്, ഇവർ ചൊൽപ്പടിക്ക് നിൽക്കുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്തരം കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിൽ തന്നെയാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ലഡാക്കിൽ കണ്ടു, യു പിയിലല്ല, ഇന്ത്യയിലെ ഇപ്പോൾ പല സംസ്ഥാനത്തും, കേരളത്തിൽ പോലും ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ബാനറുകളുണ്ട്. വരും ദിവസങ്ങൾ അതൊക്കെ ഇൻറ്റൻസിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യക്കകത്ത് വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കാൻ ബാഹ്യശക്തികൾ കൂട്ടുകയാണ്. അപ്പോൾ ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഭാഗമായിട്ട് തന്നെയാണ് അമിത്ഷായും ഡോവലൊക്കെ ഒരുമിച്ച് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു വലിയ ബൃഹത് പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അമിത്ഷാ 73 തൊട്ടിലെ എല്ലാ ഫയലുകളും കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇനിയൊരു കലാപം ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു തരത്തിലും ഇന്ത്യ വലിയ രീതിയിൽ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ഇത്തരം കലാപങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാവും. നമ്മൾ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇവിടെ ആഭ്യന്തര സുരക്ഷയ്ക്കാണ് വലിയ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ വലിയ കലാപമൊന്നുമില്ല, നല്ല രീതിയിലാണ് ആ കാര്യങ്ങൾ പോകുന്നത്. കാശ്മീരിൽ പോലും ആർട്ടിക്കിൾ 370 അപ്രൂവ് ചെയ്തതിനു ശേഷം ഒരു പ്രശ്നമുണ്ടാവില്ല. അവിടെ സമാധാനപരമായി ഇലക്ഷനൊക്കെ നടത്തി. അപ്പോൾ ഇത്തരത്തിലുള്ള കലാപം മുമ്പുണ്ടായ തരത്തിൽ, അതായത് 2014 മുമ്പേ വരെ 2 വർഷം തുടർച്ചയായ 10 വർഷം UPA സർക്കാർ അപ്പോഴുണ്ടായിരുന്ന കലാപങ്ങളൊന്നും 2014 തൊട്ട് 2025 വരെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വലിയ രീതിയിൽ കുതിച്ചുചാട്ടം നടത്താൻ ഒരുങ്ങുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ അത്യാവശ്യം ആഭ്യന്തര സുരക്ഷ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജിഹാദി എലമെൻസിനൊക്കെ പല മേഖലകളും, അതായത് ഗവൺമെൻറ് സെക്ടറിൽ തന്നെ പല മേഖലകളും ഈ ജിഹാദി ആക്ടിവിസം കൂടുതലാണ് എന്നുള്ള തിരിച്ചറിവ് അമിത്ഷാക്കും അജിത് ഡോവലൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ, അതായത് ആൾക്കാർക്കൊക്കെ വലിയ രീതിയിലുള്ള ഉന്മേഷം നൽകുന്ന സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് പോലീസിലുള്ള ജിഹാദി എലമെൻറ്റ്സ്, അതായത് ഇന്ത്യയിലെ പല സംസ്ഥാനത്തും എല്ലാ സംസ്ഥാനത്തുള്ള പോലീസിൽ ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്ന, ജിഹാദി മൈൻഡ് സെറ്റിലെ, ജിഹാദി ആക്ടിവിസത്തിൽ ആക്റ്റീവായ ആൾക്കാരൊക്കെ, ഇവരൊക്കെ തൂക്കാനുള്ള ഒരു വലിയ ബൃഹത് പദ്ധതി ഈ അമിത്ഷായും ഡോവലും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, വിരമിച്ച പട്ടാളക്കാരെ ആഭ്യന്തര സുരക്ഷ ഉപയോഗിക്കുന്നു. അതായത് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ വിരമിച്ച പട്ടാളക്കാരൊക്കെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഒന്നോ രണ്ടോ പട്ടാളക്കാരെ ഓരോ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കേസുകളും നേരിട്ട് അജിത് ഡോവലിൻ്റെ പക്കലെത്തിക്കുക, അങ്ങനെയുള്ള ബൃഹത് പ്ലാനുകളാണ് ഡോവലും അമിത്ഷായ്ക്ക് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പോലീസിലുള്ള ജിഹാദി ആൾക്കാരെ തൂക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ
രീതിയിലുള്ള ഒരു എന്താ പറയുക അതിശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ പോകുക. മുന്നേറ്റം മാത്രമല്ല ഒരു സ്ട്രോങ് ഒരു ചിലപ്പോൾ ഒരു ലോ പോലും കൊണ്ടുവരാൻ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് വലിയ രീതിയിൽ, അതായത് ഈ 1973 തൊട്ട് അമിത്ഷാ ഫയലുകൾ പഠിച്ചു വന്നപ്പോൾ പലതരത്തിലും ഉണ്ടായ കലാപങ്ങളിൽ അവിടുത്തെ സർക്കാരിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചില ആൾക്കാരെ, അതായത് കലാപം നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടി ഫേവർ ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് ചില മതമൗലികവാദി ശക്തികൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് വലിയൊരു ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പോലീസിലെ പച്ച വെളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് തന്നെ 1-2 വർഷം മുന്നേ തന്നെയാണ് പോലീസിലെ സകലമാന ഡീറ്റെയിൽസും, അതായത് ആൾക്കാരെ പോലീസ് കീപ്പ് ചെയ്യുന്ന, പോലീസിന് തന്നെ സെപ്പറേറ്റ് ഒരു ഡാറ്റാബേസ് ഉണ്ട്. അതായത് ഓരോ സെലിബ്രിറ്റീസ് എന്നല്ല, ഓരോ അങ്ങനത്തെ ആൾക്കാരുടെ ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാരുടെ ഡീറ്റെയിൽസ്, അതായത് സെൻസിറ്റീവായ ആൾക്കാരുടെ ഡീറ്റെയിൽസ്, അത്തരം കാര്യങ്ങളൊക്കെ അവർ കളക്ട് ചെയ്ത് വെക്കും. ആ ഡാറ്റാബേസ് മൊത്തം എടുത്തിട്ട് മുമ്പ് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനടക്കം കൊടുത്തിരുന്നു. അപ്പോൾ ഡിസ്മിസ് വരെയൊക്കെ ചെയ്ത സംഭവം കേരളത്തിലുണ്ട്. അപ്പോൾ കേരളത്തിൽ സജീവമായ പോലീസിൽ തന്നെ ആക്ഷേപമുള്ളതാണ് പോലീസിലെ പച്ചവെളിച്ചെന്നൊക്കെ. നമുക്കറിയാം ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് ഡൽഹിയിൽ നിന്ന് NIA വന്നില്ലേ, പുലർച്ചെ NIA വന്നിട്ട് അവരുടെ ഓരോ ഇവിടെ കൊച്ചിയിൽ വന്ന് പറന്നിറങ്ങി ഓരോ സ്ഥലത്ത് ചെന്ന് അവരെ നേതാക്കന്മാരെ തൂക്കിയെടുത്ത് കൊണ്ടുപോയില്ലേ. ഇവിടുത്തെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പോലും ഒരു കാര്യം അറിഞ്ഞില്ല, ഇങ്ങനെ NIA വരുന്ന കാര്യം പോലും അറിഞ്ഞില്ല. തൂക്കിക്കൊണ്ടുപോയി ഡൽഹിയിലെത്തിയിട്ട് അവിടുത്തെ നാഷണൽ മീഡിയസ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ്, ഈ വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ആൾക്കാർ പോലും അറിയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാർത്ത ലീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടുത്തെ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത്തരത്തിലെ പോലീസിലെ പച്ചവെളിച്ചം ആൾക്കാർക്ക് അതായത് വേണ്ട ആൾക്കാർക്ക് പാസ് ചെയ്യും. അപ്പോൾ അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു അവസരം ഉണ്ടാവും. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനത്തും നടക്കുന്നുണ്ട്. ഓരോ വാർത്തകളും ചോർത്താൻ വേണ്ടിയിട്ട് പോലീസ് തന്നെ അവരെ ആൾക്കാരുണ്ട്. ഇത്തരം ഈ ജിഹാദി മൈൻഡ് സെറ്റിലെ ആൾക്കാരും ആക്ടിവിസ്റ്റുകളായ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ തൂക്കാൻ വേണ്ടി മാത്രമല്ല, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് വരാൻ പോവാണ്, ഒരു റൂൾ വരാൻ പോവാണ്. ഇത്തരത്തിൽ ആൾക്കാരെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി മുതൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവരെന്താ പറയേണ്ടത്, ഇവർ ആജീവനാന്തം ഇവരെ പിടിച്ച് ജയിലിലിടും. അതായത് UAP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുമത്തും. പിന്നെ അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള ആൻറ്റി നാഷണൽ ആക്ടിവിസം ചെയ്യുന്ന ആൾക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഓൾറെഡി ഒരു ലോ ഉണ്ട്. അതായത് എനിമി പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയും. എനിമി പ്രോപ്പർട്ടി ആക്ട് 1968 വന്നതാണ്. അപ്പോൾ ഈ 68 വന്ന ലോ ഏകദേശം 2017 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിന് ശേഷം അത് അമെൻഡ് ചെയ്തെന്ന് വെച്ചാൽ ഒരു ചെറിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനം കൂടെ അതിൽ എഴുതി ചേർത്തിരുന്നു. അതായത് രാജ്യത്തിനകത്ത് നിന്ന് ആരെങ്കിലും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ എന്താ പറയുക, അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പ്രോപ്പർട്ടിക്ക് കണ്ടുകെട്ടാൻ വേണ്ടിയുള്ള ഈ എനിമി പ്രോപ്പർട്ടി ആക്ടിൽ ഉൾപ്പെടുത്താമെന്നുള്ള ഒരു ക്ലോസ് 2017 പുതുതായിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ പോലീസിലെ ആൾക്കാരെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഈ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ സ്വത്തുക്കൾ കണ്ടുകിട്ടും, ആജീവനാന്തം ജയിലുണ്ട തിന്നാന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ പണ്ടേ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നമുക്കിപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതിലപ്പുറം ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം. എന്തിനാലും ഇവിടെ വർദ്ധിച്ചു വരുന്ന ഈ എന്താ പറയുക, ഈ പ്രീണനത്തിന് ഭാഗമായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങളും ഓരോ കേസിലും ഓരോ ആൾക്കാർക്ക് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള എന്താ പറയുക, തീവ്രവാദത്തിന് രാജ്യവിരുദ്ധ പ്രവർത്തനമായി കണക്കാക്കി ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ട, ഇവരെ ആജീവനാന്തം ജയിലിട, UAP ചുമത്ത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. വളരെ നല്ല തീരുമാനം. എന്തിനാലും കേന്ദ്ര സർക്കാർ ഈ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതിശക്തമായ ഒരു നിയമനിർമ്മാണം നടത്തിയിട്ട് പുതിയൊരു ലോ തന്നെ ഉടൻ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. വലിയ രീതിയിലുള്ള ബഹളങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകട്ടെ. അതായത് സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ കണ്ട പോലുള്ള കലാപങ്ങൾ ഇനി ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രോങ് ലോ ഉണ്ടായിക്കഴിഞ്ഞാലേ ഇത്തരത്തിൽ ആൾക്കാർ ഒരിക്കലും തലപൊക്കില്ല. അപ്പോൾ എന്തുതന്നെയാലും ഇത്തരത്തിൽ ലോ വരട്ടെ. കേരളത്തിലടക്കമുള്ള ഈ പോലീസിലുള്ള പച്ചവെളിച്ചെണ്ടീവിനെയൊക്കെ തൂക്കട്ടെ. അതിനെ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.